ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വൻപയർ കായ മെഴുക്കുവരട്ടിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൻപയർ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ വൻപയർ ഒരു 8 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി വൻപയറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിലിന് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നിങ്ങൾ കുതിർക്കാത്ത വൻപയറാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ അളവിലും വിസിലിന്റെ അളവിലും ഒക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ വൻപയർ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായ കൂടെ ചേർത്തിട്ട് ഒരു വിസിലും കൂടെ വരുത്താനുണ്ട്. അപ്പോഴത്തേക്കും വൻപയറും കായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു നേന്ത്രക്കായാണ്. അത് ഇതുപോലെ നന്നായിട്ട് 4ആയിട്ട് കീറി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഒരുപാട് കനം കുറയണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂടി പോവും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വീണ്ടും കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 7 ചെറിയ ഉള്ളിയും 5 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയും 2 ഉണക്കമുളകും കൂടെ ചേർന്ന് നന്നായിട്ട് 3 കൂടെ ചതച്ചെടുത്തതാണ്. ഞാനിതിവിടെ ഇടിക്കലിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഈ കൂട്ട് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊരു ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം നമുക്കിത്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് മെഴുക്കുവരട്ടി കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കായയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വൻപയർ കായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.